ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മളുടെ എജുവൽ ടീം ഇപ്പോൾ ഉള്ളത് മെഫി മോസ്കോ ക്യാമ്പസിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലാണ്. ഇതൊരു മ്യൂസിയം കൂട്ടാണ് ആക്ച്വലി. അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് ഐഷ റെന ആക്ച്വലി വന്നിട്ട് മലപ്പുറം എടപ്പാൾ എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് റെനോട് ബാക്കി കാര്യങ്ങൾ, ഇവിടുത്തെ എക്സ്പീരിയൻസ് ഫോർ ദ ലാസ്റ്റ് 3 years എങ്ങനെയാണെന്നുള്ളതും, പിന്നെ ഒരു സ്റ്റുഡൻറ്റ് പുതുതായിട്ട് വരുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതും. ആക്ച്വലി വേറൊരു കാര്യമുണ്ട്. റെന ഇവിടുത്തെ ഒരു അമ്മ മോസ്കോ എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ആക്ച്വലി ഉണ്ട്. അവരുടെ ഒരു വലിയൊരു മെമ്പറും കൂട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെനയുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ഹായ്, എൻ്റെ പേര് ഐഷ റെന. ഞാനിപ്പോൾ മോസ്കോയിലെ മെഫി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 3rd year സ്റ്റുഡൻ്റാണ്. എൻ്റെ 3 വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പേഴ്സണലി മോസ്കോ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഇവിടെ കുറച്ച് ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. സോ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് നമ്മളിവിടുത്തെ കംപ്ലീറ്റ് ലീഗൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമ്മൾ എന്തെങ്കിലും കാർഡും പാസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ മെയിനായിട്ട് കാർഡാണ് യൂസ് ചെയ്യല്. സ്റ്റുഡൻസ് ആകുമ്പോൾ സോഷ്യൽ കാർഡ് യൂസ് ചെയ്യും. അല്ലാതെ ലോക്കലായിട്ട് ട്രോയ്ക്ക എന്ന് പറഞ്ഞ കാർഡ് ഉണ്ടാവും. നോർമലി നമ്മളത് എപ്പോൾ യൂസ് ചെയ്യുന്നു 300, 200, 400 ലൈക്ക് നമുക്ക് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ സ്റ്റുഡൻസ് കൂടുതലും സോഷ്യൽ കാർഡിന് അപ്ലൈ ചെയ്യും. നമ്മൾ മൊയ് ഡോക്യുമെൻ്റ് എന്ന് പറയും, ലൈക്ക് നാട്ടിലക്ഷയൊക്കെയുള്ള പോലെ സ്ഥലം, അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ മാസം ഒരു 800 സംതിങ് റീചാർജ് ചെയ്താൽ മെട്രോ ബസ്സൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ഒരു മാസത്തേക്ക് നമുക്ക് 800 റൂബിൾസ് വരുന്നുള്ളൂ. വിച്ച് മീൻസ് 800 റുപ്പീസ് അല്ലേ? ഏകദേശം ഈക്വലാണല്ലോ. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം 800 റൂബിൾസിൽ ഫ്രീ ആണ്. പിന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ ഒരു കുട്ടി ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നെക്സ്റ്റ് ഡോക്യുമെന്റേഷൻ ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് പിന്നെ വേണ്ടത് അതർ ദാൻ ട്രാൻസ്പോർട്ടേഷൻ? ഫസ്റ്റ് ഒരാളിപ്പോൾ ഒരു കുട്ടി നമ്മളിപ്പോൾ നാട്ടിൽ പോയി വരികയാണെങ്കിലോ വെക്കേഷന് പോയി വരികയാണെങ്കിലൊക്കെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. രജിസ്ട്രേഷനും പാസ്പോർട്ടും മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ടതാണ്. റഷ്യയിലേക്ക് എവിടെയായാലും ഇൻ കേസ് സഡൻ ആയിട്ട് എന്തെങ്കിലും ഒരു പോലീസ് ചെക്കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ പാസ്പോർട്ടും രജിസ്ട്രേഷനും ഇല്ലെങ്കിൽ പെടും. മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ വേറെയുള്ള ഡോക്യുമെൻറ്റ്സ്, സ്നിൽസ്, ഫിംഗർ പ്രിൻറ്റിങ്. ഇപ്പോൾ റഷ്യയിൽ ന്യൂ ലോസ് റൂൾസും വരികയാണ്. അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീൻ കാർഡ് മസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഹിബത്തുള്ള പറഞ്ഞിരുന്നു. ഓക്കെ ഓൾറൈറ്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉള്ളതാണ് ഇവിടുത്തെ ഹോസ്റ്റൽ ഡോംസിൻ്റെ ഫെസിലിറ്റിക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഐഷ ഡോം 2 താമസിക്കുന്നത് തോന്നുന്നു അല്ലേ? മെഫിയുടെ ഡോം 1 ഓക്കെ. എങ്ങനെയുണ്ട് അവിടുത്തെ ഫെസിലിറ്റി ഒക്കെ? ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ ഇതുവരെ ലൈക്ക് MBBS പഠിക്കുന്ന ലൈക്ക് MBBS അല്ല, ലൈക്ക് എൻ്റെ അഭിപ്രായത്തിൽ ലൈക്ക് കമ്പാരിറ്റീവ്ലി ഇതുവരെയുള്ള എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പഠിക്കുന്ന ലൈക്ക് ഈ റഷ്യ ആവട്ടെ വേറെ കൺട്രീസ് ആവട്ടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്റ്റൽസ് ഫോർ മെഫി. നമ്മളെ ഹോസ്റ്റലിൽ ലൈക്ക് നമുക്ക് കിച്ചൺ ബാത്റൂം എല്ലാം അറ്റാച്ച്ഡ് ആണ്. ലൈക്ക് ഒരു റൂമിൽ മിനിമം 3 members to 6 members. സോ ലൈക്ക് അതും വളരെ ചീപ്പായിട്ട് കേട്ടോ. അതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഇത്രയും സൗകര്യത്തിൽ ചീപ്പായിട്ട് താമസിക്കാൻ പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു റെൻറ്റ് വരുന്നത് 1 month 1500. സോ അത്രയും ലോ ബഡ്ജറ്റ് അല്ലേ? ഒരു നല്ല ഇത്രയും ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. മെഫി മോസ്കോയിലേ ഉള്ളൂ. ലൈക്ക് ഒബ്നിൻസ്കിലൊക്കെ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആണ്. ലൈക്ക് അവർക്ക് ഒരു ഫ്ലോറിലാണ് വാഷ്റൂമും കിച്ചണും ഒക്കെ ഉള്ളത്. നമുക്ക് ഓരോ അപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ, ഒരു ഫ്ലാറ്റിലെ അപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെയാണ്. നല്ല സൗകര്യമാണ്. പിന്നെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആണ്. ലൈക്ക് കാർഡ് വെച്ചിട്ട് കയറണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഫ്രീഡം ഉണ്ട്. നമുക്ക് ഐഷ ഇവിടുത്തെ ഒരു അമ്മ മോസ്കോ എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു ഭാരവാഹിയും കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്ന് ഐഷയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് ലൈക്ക് അമ്മ മോസ്കോയിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ആയത്. 2 വർഷം. അമ്മ മോസ്കോ എന്താണെന്നുള്ളതൊന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ? അമ്മ എന്ന് പറയുമ്പോൾ ഓൾ മോസ്കോ മലയാളി അസോസിയേഷൻ, അതാണ് ഇതിന് ഫുൾ ഫോം. അത് മോസ്കോയിലെ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഇന്ത്യൻ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ്. ലൈക്ക് 1998 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബിസിനസ്മാനും ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസും ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷനാണ്. ഇപ്പോൾ 2024 NGOയിൽ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തു. പിന്നെ നമുക്കെന്താ അമ്മ ഇത്ര കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് നമ്മൾക്ക് പുറത്തൊരു നാട്ടിൽ വന്നിട്ട് അവിടെ നമ്മുടെ കൾച്ചർ, നമ്മളെ നാട്ടിലെ ഫുഡ്, റഷ്യയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരള ഫുഡൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ ആൾക്കാരൊപ്പം സംസാരിക്കാനും കൂടാനും ഒരു ഒത്തൊരുമ, ഒരു കമ്മ്യൂണിറ്റി
എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ. ലൈക്ക് ട്രഡീഷണൽ ആയിട്ട് ഒന്ന് നമ്മുടെ ആ ഒരു നാടിനോട് ചേർന്നൊരു ഫീലിംഗ് കിട്ടുന്നതും. പിന്നെ പ്രോഗ്രാംസ് അമ്മ അസോസിയേഷനിൽ വിഷു, ഓണം, ഈദ്, റമദാൻ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓൾ ഫെസ്റ്റിവൽസ്. ഓണത്തിനൊക്കെ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഓണത്തിന് എബോവ് 800 പീപ്പിളിന് ഫ്രീ സദ്യ, സ്പോൺസർഷിപ്സ് കാര്യങ്ങളിൽ. പിന്നെ മാത്രമല്ല നാട്ടിലെ ഗസ്റ്റുകൾ കൊണ്ടുവരാറുണ്ട്. ലൈക്ക് സെലിബ്രിറ്റീസ് വരാറുണ്ട്. ലാസ്റ്റ് ഇയർ ശ്രീനാഥ് സിംഗ്, പിന്നെ അഞ്ജു ജോസഫ് അവർ വന്നിരുന്നു. പിന്നെ ബോണി മാത്യു വന്നിട്ടുണ്ടായിരുന്നു ഡാൻസറായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഇപ്പോൾ ഒരു ഈ അമ്മ മോസ്കോ ശരിക്കും ഹെൽപ്ഫുൾ ആണ് അല്ലേ? ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് എംബസിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി വേയും കൂടിയാണ് അമ്മ മോസ്കോ. മോസ്കോയിൽ അമ്മ മോസ്കോയിലുള്ളവരുണ്ട്. ലൈക്ക് ഇപ്പോൾ PM നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയതും. S ജയശങ്കർ വന്നിട്ടുണ്ടായിരുന്നു, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, നമ്മൾ പോയി കണ്ടിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഈ മെയ് 8-ന് ശ്രീ സഞ്ജയ് വരുന്നുണ്ട്, യൂണിയൻ മിനിസ്റ്ററാണ്. അപ്പോൾ അവരെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതല്ലേ. സോ അപ്പോൾ റെന ടോട്ടലി മോസ്കോ ലൈഫിൽ ഹാപ്പി ആണല്ലേ? യെസ്, മോസ്കോ എന്തുകൊണ്ടും എനിക്കൊരു ഗ്രേറ്റ് ചോയ്സ് ആയിരുന്നു. ലൈക്ക് ഇവിടെ എനിക്ക് ഞാനായിട്ട് നിൽക്കാനും ലൈക്ക് ആ ഒരു ഫ്രീഡം, ആ ഒരു സേഫ്റ്റി, എന്തും ലൈക്ക് പേഴ്സണലി എനിക്ക് മോസ്കോ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ്, അക്കാഡമിക്സ് അതൊരു ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അമ്മ അസോസിയേഷനും യൂണിവേഴ്സിറ്റൽ പ്രോഗ്രാംസ് ആണെങ്കിൽ അതും. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടോ. ഇനിയിപ്പോൾ ഔട്ടിംഗ് ആണെങ്കിൽ മോസ്കോ ഇസ് എ ബെസ്റ്റ് സിറ്റി. ലൈക്ക് അടിപൊളിയാണ്. ലൈക്ക് നൈറ്റ് ലൈഫ് ആണെങ്കിൽ എന്തും ലൈക്ക് പേഴ്സണലി അത്രയും ഇഷ്ടപ്പെട്ടൊരു സിറ്റിയാണ്. ലൈക്ക് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ലൈക്ക് എൻ്റെ ഒരു ഞാനിങ്ങനെ ആയതും, ലൈക്ക് ഞാനിങ്ങനെ ആയിരുന്നില്ല പണ്ട്. സോ ഞാനിങ്ങനെ ആയതും എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഒരു ഡിസിഷനും ലൈക്ക് ഒക്കെ റഷ്യയിലോട്ട് വരുന്നത്, ഇവിടെ പഠിക്കുന്നതും. ലൈക്ക് ഐ താങ്ക് ഫസ്റ്റ് ഓഫ് ഓൾ മൈ ഫാദർ ലൈക്ക് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ആൻഡ് ലൈക്ക് ഉപ്പ തീരുമാനിച്ചുകൊണ്ടും ലൈക്ക് എൻ്റെ ലൈക്ക് ആ വീട്ടുകാർ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടും, പിന്നെ എജു വേൾഡ് വഴിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെ ഉള്ളതും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അത് മോസ്കോയിൽ തന്നെ നിൽക്കാൻ പറ്റിയത് വലിയ കാര്യം തന്നെ. സോ ഐ താങ്ക് എജു വേൾഡ് ആൻഡ് മൈ ഫാദർ ഫോർ ദിസ്. Thank you so much, Aisha Rana, for your valuable time.